ഇത് രണ്ട് ഭാഗങ്ങളാ, പഴയ നിയമവും പുതിയ നിയമവും. ഇത് നിയമമാണ്. പക്ഷെ ഇത് കൊണ്ട് നടക്കുന്ന പലരും നിയമം തെറ്റിച്ചായി നടക്കുന്നത്. അതെ, ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട്. ഇത് നിയമമാണ്, പക്ഷെ ഇത് കൂടുതൽ തെറ്റിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം, ഉദാഹരണമല്ല അനുഭവം പറയാം. ഇതിനാ ഉദാഹരണമാക്കുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ആവർത്തിക്കില്ല. ഒരിക്കലെ ഒരു യോഗത്തിന് പോകാനായിട്ട് ഇറങ്ങി, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് വണ്ടിയില്ല, വേറൊരു സഹോദരൻ പറഞ്ഞു കൊണ്ട് വിടാൻ. ആട്ടെ, സമയം പോയി, എന്നാ പെട്ടെന്ന് വിടാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ടൂ വീലറാണ്, വണ്ടിയെ കയറിയപ്പം ഒരു സഹോദരൻ പറഞ്ഞു ഞാനും വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, 2 പേര് പോകാം, പോലീസ് പിടിച്ചാൽ അത് ശരിയായില്ല. അപ്പം പുള്ളിക്ക് വരികയും ചെയ്യണം, ബൈക്കിന്റെ ഉടമസ്ഥരെ പുള്ളിയെ കൊണ്ടുപോവുകയും ചെയ്യണം. അപ്പൊ എനിക്ക് എങ്ങനെയും യോഗ സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. എങ്കിലും ഞാൻ പറഞ്ഞു 2 പേര് പോയാൽ മതി, എന്നെ കൊണ്ട് വിട്ടേച്ച് തിരിച്ചു വന്ന് കൊണ്ടുപോകും. ഇല്ലല്ലേ, നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു പോലീസ് പിടിക്കും, പ്രശ്നമാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എങ്കിലും ഞാനും അങ്ങനെ വിധേയപ്പെടേണ്ടി വന്നു. ഞാൻ വെള്ള ഷർട്ട് വിട്ട് ബൈക്കിന് നടക്കുക, അവര് മുൻപിലും പുറകിലും. 3 പേരുടെയും കൈ വേദപുസ്തകമുണ്ട്. അപ്പൊ ഞാൻ വേദപുസ്തകം ഇങ്ങനെ കൈ പിടിച്ചിരിക്കുക. മുന്നിൽ ഇരിക്കുന്ന പുള്ളിയുടെ വേദപുസ്തകം ബൈക്കിന്റെ മുൻപിൽ ഇതുണ്ടല്ലോ, ഇത് അതിനകത്ത് വെച്ചിരിക്കുക. പുറകിരിക്കുന്ന പുള്ളിയുടെ പുസ്തകം കയ്യിലുണ്ട്, കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് ഇച്ചിരി സ്പീഡ് വിടാൻ പറഞ്ഞു, സമയം പോയി. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഉണ്ണാമറ്റം ഇപ്പോഴത്തെ പെട്രോൾ പമ്പിന്റെ അവിടെ വളവും ഇറക്കവും വിടാമല്ലോ, പോലീസ് കൈ കാണിച്ചു. വളവുമായി ഇറക്കവുക ഒക്കത്തില്ല കൊണ്ടും പോകാൻ. കൈ കാണിച്ചപ്പം പണ്ട് നിർത്തി, റോഡിലോട്ട് കയറി നിന്നാ കൈ കാണിച്ചത്. നിർത്താൻ പറഞ്ഞു, നിർത്തി. എവിടെ പോകുമെന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് പറഞ്ഞു സാറേ പ്രാർത്ഥനയ്ക്ക് പോവാ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഓ, പ്രാർത്ഥനയ്ക്ക് പോവായിരുന്നു. എവിടെ പ്രാർത്ഥന? തിരുവല്ലയില്ല. അപ്പൊ എന്നെ ചൂണ്ടിക്കൊണ്ട് പുള്ളി ആരാന്ന് ചോദിച്ചു. അപ്പം മുന്നിൽ ഇരുന്ന പുള്ളി പറഞ്ഞു ഞങ്ങളുടെ മാസ്റ്ററാണ് പറഞ്ഞു. ഓ, അപ്പൊ ചോദിച്ചു, പുറകിലിരിക്കുന്ന പുള്ളിയോട് ചോദിച്ചു എവിടെ പോവാ? ഞങ്ങൾ 3 പേരും പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പൊ എന്റെ ഈ വേദപുസ്തകം ഇരിക്കുക. പുള്ളി ഉടനെ ചോദിച്ചു അതെന്തുവാ കയ്യിലിരിക്കുന്നത്? പുള്ളിക്ക് ഇതെല്ലാം അറിയാം, ഞങ്ങളെ കൊണ്ട് പറയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, പിടി വീണു. അതെന്തുവാ കൈ? ഞാൻ പറഞ്ഞു വേദപുസ്തകം. ഓ, വേദപുസ്തകം, ബൈബിള്. അത് അപ്പൊ പുള്ളി അറിയാനുള്ള ജിജ്ഞാസയോടെ ചോദിക്കുന്നത് ഇത് എത്ര പുസ്തകമാണ്? അപ്പം പുള്ളി രക്ഷിക്കപ്പെടുക പഠിത്തം ഓർത്ത് നമുക്ക് ചൂടായി. സാറേ 66 പുസ്തകം. 66 ഉണ്ടല്ലോ, 66. ഇത് ഒറ്റ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, 2 ഭാഗമാണ്, പഴയ നിയമവും പുതിയ നിയമം. ഓ, അപ്പൊ ചോദിച്ചു പഴയ നിയമം എത്ര പുസ്തകമാണ്? സാറേ 39. പുതിയത് എത്രയാ? 27. അപ്പം ഒന്നുകൂടെ പറഞ്ഞ് പഴയ നിയമം പുതിയ നിയമം. അപ്പൊ ഇത് നിയമമല്ലോ. അതെ, ഉടനെ അദ്ദേഹത്തിന്റെ ഡയലോഗാ, 2 വീലറിൽ എത്ര പേരാണ് പോകേണ്ടത്? നിയമം വല്ലതും അറിയാവോ? 2 വീലല്ലേ സാറേ? 2 പേര്. ഇപ്പൊ എത്ര പേരുണ്ട്? 3. അപ്പൊ നിയമം തെറ്റിച്ചില്ലേ? തെറ്റിച്ചു. അപ്പൊ നിയമം തെറ്റിച്ചിട്ടാ നിയമം പറയാൻ തിരുവല്ലയ്ക്ക് പോകുന്നില്ലയോ? പെട്ടെന്ന് അല്ല, അനാവശ്യം പറഞ്ഞില്ല, തെറി പറഞ്ഞില്ല, പെറ്റിയടിച്ചുമില്ല, നല്ല മനുഷ്യനാ. ഇത്ര എന്തിനാ ഒത്തിരി പറയുന്നേ? എന്റെ ഭാഷ പറഞ്ഞ 7 തൊലി ഉരുങ്ങി. എപ്പോഴും ഞാനത് മറക്കുകയല്ല. പുള്ളി എന്നോട് പറഞ്ഞ ഇത് നിയമം തെറ്റിച്ചിട്ട് ഈ നിയമം പറയാൻ പോവാല്ലേ തിരുവല്ല വരെ. പെട്ടെന്ന് എവിടെ നോക്കിയിരിക്കുക, ചെന്ന് പറയാൻ പറഞ്ഞു. പോകുമ്പോഴെല്ലാം മനസാക്ഷിക്ക് കുത്തലായിരുന്നു. അവിടെ ചെന്ന് പ്രസംഗിക്കണമല്ലോ, അതിനെ വിളിച്ച് പ്രസംഗിച്ചപ്പോഴും അകത്തിങ്ങനെ കുത്തുക. ഇദ്ദേഹം പറഞ്ഞ വാചകം. അന്നൊരു തീരുമാനമെടുത്തു, ഇങ്ങനെയുള്ള രംഗങ്ങളിൽ കഴിവിന്റെ പരമാവധി നിയമം. ഞാൻ എന്റെ കൂടെ വരുന്ന സഹോദരന്മാരുടെ കൂടെ ഞാൻ പറയും നിയമം തെറ്റിക്കരുത്. കൂടെ പറയും. അവരുടെ ഭാഗത്താ മറുഭാഗത്താ തെറ്റെങ്കിലും നമ്മൾ ക്ഷമിക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്.